ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ. കഴുകിയെടുത്ത ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഞാൻ കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. 3 ഫിസിൽ വരുന്നത് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തിടുന്ന സമയം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ടൊമാറ്റോയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് മുന്നേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടത് ബീഫിനാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സവാള നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതൊന്ന് അടച്ചു. സവാള ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടെ നമ്മുടെ സവോള നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ആ ഒരു ബീഫ് ഇതിലോട്ടൊന്ന് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ബീഫ് വേവിക്കാൻ വെച്ചപ്പോഴത്തേന് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ ബൈ.